അല്ല, ഒരിക്കലും അത് ശാരീരികമായി ഫിസിയോളജിയില് അത് റോങ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമില്ലാതെ ഉദ്ധാരണം സംഭവിക്കും. ഉദാഹരണം പുരുഷന്മാർക്കറിയാം, രാവിലെയൊക്കെ ഫ്രഷ് ആയി എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടാകാം. പക്ഷേ ഉദ്ധാരണങ്ങൾക്കുള്ള റെമഡി മാസ്റ്റർബേഷൻ അല്ല, ശീഘ്ര സ്ഖലനത്തിലൂടെ പോകുന്നത് നമുക്കറിയാം. അപ്പോൾ എല്ലാവർക്കും, ഞാൻ പറഞ്ഞത്, ഞാൻ അതിലേക്ക് വരികയല്ല, ഞാൻ എന്റെ സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. യേശുവിന് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ശീഘ്ര സ്ഖലനത്തിലൂടെ പോയി ക്രമീകരിക്കാൻ പറ്റൂലേ? സ്വപ്നസ്ഖലനം. സോറി, സ്വപ്നസ്ഖലനത്തിലൂടെ. കൊടുത്തോട്ടെ മാസ്റ്ററെ. വേറെ ആവശ്യമില്ലാതെ വളരെ പാസ്റ്ററെ, ഞാൻ ഈ വിഷയത്തിൽ ഒരു കാര്യം ഒന്ന് കാര്യം പറഞ്ഞത്. അനിൽബ്രോ ഒറ്റ സെക്കൻഡ്. അനിൽബ്രോ ഒരു സെക്കൻഡ്. അതെ, അല്ല ഒരു ഒറ്റ സെക്കൻഡ്. കെ പാസ്റ്റർ ആണോ ബ്രോ ആണോ ബ്രദർ ആൻഡ് സിസ്റ്റർ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ചോദിക്കുന്ന കർത്താവ് യേറ്റ് വിത്തൗട്ട് സിൻ എന്ന് പറയുന്നിടത്ത് ഒരു സെക്കൻഡ് ബ്രോ. യേറ്റ് വിത്തൗട്ട് സിൻ, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. യേറ്റ് വിത്തൗട്ട് സിൻ എന്ന ആ ഒരു പരാമർശത്തെ പിന്നെ കെ ബ്രദർ അംഗീകരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്: കർത്താവ് തൻ്റെ ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും ഒരുപോലെ പാപരഹിതനായിരുന്നോ എന്ന്. ഓക്കെ, അപ്പൊ എന്റെ ഒരു മറു സംശയം, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പാപം എവിടെയാണ് കുടികൊള്ളുന്നത്? ശരീരത്തിലാണോ പാപം? അല്ല, ശരീരം സംബന്ധിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആത്മാവും പ്രാണനും ശരീരവും ചേർന്നതാണല്ലോ. അപ്പൊ എന്റെ ചോദ്യം ഞാൻ വ്യത്യസ്ത തലങ്ങളിൽ എടുക്കുന്നില്ല. 3 ഘടകങ്ങളുണ്ട്. 3 ഘടകങ്ങളെ ഞാൻ സ്പെസിഫിക് ആയിട്ട് ചേർത്ത് ചോദിക്കുകയാണ്. കർത്താവ് തൻ്റെ ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും മൂന്നിലും അവൻ ഇൻഹറന്റലി ഹോളിയാണ്. നമ്മൾ വിശുദ്ധരായിരിക്കുക, പാപരഹിതമായിരിക്കുക, നമ്മൾ രക്ഷിക്കപ്പെട്ട പാപത്തിലും പ്രാണനിലും ശരീരത്തിലും ഇൻഹറന്റലി ഹോളിയാണ് എന്ന് പിന്നെ കെ ബ്രദർ വിശ്വസിക്കുന്ന ആവശ്യമില്ല. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ കർത്താവ് തന്റെ മനുഷ്യപ്രകൃതിയുടെ ഭാഗമായ 3 ഘടകങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്: ആത്മാവും പ്രാണനും ശരീരവും. അത് ഇൻഹറന്റലി ഹോളി ആണെങ്കിൽ പാപത്തോടുള്ള വിഷയത്തിൽ കർത്താവിനെ ചേർത്ത് ചർച്ച ചെയ്യുന്നതിൽ ഏത് മേഖലയിലാണ് നമുക്ക് പ്രസക്തി കൊടുക്കാൻ സാധിക്കുക? കാരണം പാപം സംബന്ധിച്ചവൻ ഇൻഹറന്റലി ഹോളിയാണെന്ന് പറയുകയും, അല്ലെങ്കിൽ അതല്ല എന്ന് പറയണം. അല്ല, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അവൻ മനുഷ്യർ ചെയ്യുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയോ തിയോളജിക്കൽ ആസ്പെക്റ്റുകൾ. ഇപ്പോൾ കർത്താവിന് ഇങ്ങനെ ഉണ്ടായോ, എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടായോ, പിന്നെ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ വേറൊരു രീതിയിൽ അങ്ങനെ ഇതൊന്നും